ഉരുളക്കിഴങ്ങ് കഴിച്ചാൽ അത് നമ്മുടെ മരണത്തിന് കാരണമാകുമെന്ന് പറയുമ്പോൾ ഒട്ടുമിക്ക ആളുകൾക്കും ആദ്യം ഒന്ന് വിശ്വസിക്കാൻ കഴിയത്തില്ല. എന്നാൽ ഇത് ഒരു ഫാക്റ്റാണ്. എന്നാൽ പോലും ഇപ്പോഴും നമ്മൾ ആ ഭക്ഷണം കഴിക്കുന്നു. ഇന്ന് അത്തരത്തിലുള്ള ഒരു ലിസ്റ്റുമായിട്ടാണ് ഞാൻ നിങ്ങളുടെ മുന്നിൽ വന്നിരിക്കുന്നത്. അതായത് നമ്മുടെ ശരീരത്തിന് ഹാനികരമാണെന്ന് അറിഞ്ഞിട്ട് കൂടി നമ്മൾ കഴിക്കുന്ന ചില ഭക്ഷണങ്ങളെക്കുറിച്ച് നമുക്കൊന്ന് കേട്ടു നോക്കാം. 5-ാം സ്ഥാനത്ത് ഉരുളക്കിഴങ്ങ്. ഉരുളക്കിഴങ്ങ് കുറേ നേരം പുറത്ത് വെച്ചിരുന്ന, കുറേ നേരം എന്ന് പറഞ്ഞാൽ ദിവസങ്ങളോളം നമ്മൾ ഉപയോഗിക്കാതെ പുറത്ത് വെച്ചിരുന്നാൽ ഉരുളക്കിഴങ്ങിൻ്റെ നിറം ആ ഒരു ബ്രൗൺ നിറത്തിൽ നിന്ന് പച്ച നിറമായി മാറുന്നത് നമുക്ക് കാണാം. ഈ ഒരു സമയത്ത് പ്രോപ്പറായിട്ട് തൊലി ചെത്തി കളയാതെ ആ ഉരുളക്കിഴങ്ങ് കഴിച്ചാൽ അതൊരു പക്ഷേ നമ്മുടെ ശരീരത്തിന് ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാക്കിയേക്കാം. ഇതിൻ്റെ കാരണം ഉരുളക്കിഴങ്ങ് ബേസിക്കലി റൂട്ട്, അതായത് വേരുകളുടെ ഗണത്തിൽപ്പെടുന്ന ഒരു തരം ഭക്ഷണമാണ്. അതുകൊണ്ട് തന്നെ സൺലൈറ്റുമായിട്ട് പൊരുത്തപ്പെടാറില്ല. സൺലൈറ്റിലേക്ക് എടുത്തു വയ്ക്കുമ്പോൾ അതിൻ്റെ ദേഹത്ത് ക്ലോറോഫിൽ എന്ന് പറയുന്ന സംഭവം ഉണ്ടാകുന്നുണ്ട്. ഈ പച്ച നിറം കൊണ്ടുവരുന്ന സാധനത്തിനെയാണ് ക്ലോറോഫിൽ എന്ന് പറയുന്നത്. ഈ ക്ലോറോഫിൽ ഉണ്ടാകുന്നതിൻ്റെ കൂട്ടത്തിൽ അതിൽ സൊളാനിൻ എന്നും പറഞ്ഞൊരു സംഭവം കൂടെ ഉണ്ടാവും. ഈ സൊളാനിൻ ഭയങ്കര ഡേഞ്ചറസ് ആയിട്ടുള്ള ഒരു കെമിക്കലാണ്. എന്നിരുന്നാൽ പോലും ഇത് നമ്മൾ കഴിച്ചെന്നും പറഞ്ഞ് പെട്ടെന്നൊന്നും പ്രശ്നങ്ങളൊന്നും ഉണ്ടാകത്തില്ല. നല്ലൊരു എമൗണ്ട് കഴിച്ചാൽ മാത്രമേ കുഴപ്പങ്ങൾ ഉണ്ടാവുകയുള്ളൂ. അതുകൊണ്ടാണ് പല സ്ഥലങ്ങളിലും ഉരുളക്കിഴങ്ങ് നല്ലതുപോലെ ഇട്ട് തിളപ്പിച്ചതിന് ശേഷം പൂർണ്ണമായും ആ തൊലിയും അതിന് തൊട്ട് മുകളിലുള്ള കുറച്ച് ലെയറും കൂടെ എടുത്ത് കളയുന്നത്. അപ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഉരുളക്കിഴങ്ങ് ഇനി കഴിക്കുന്ന സമയത്ത് തൊലി പൂർണ്ണമായും ചെത്തിക്കളഞ്ഞിട്ട് കഴിക്കുന്നതായിരിക്കും കുറച്ചുകൂടെ നല്ലത്. കാരണം ഈ ഒരു തൊലിയിലാണ് സൊളാനിൻ ഏറ്റവും കൂടുതലായി കണ്ടുവരുന്നത്. അടുത്തത് ജെല്ലി ഫിഷ്. നമുക്കറിയാം ജെല്ലി ഫിഷ് എന്ന് പറയുമ്പോൾ ഭയങ്കര ഡേഞ്ചറസ് ആയിട്ടുള്ള ഒരു ജീവിയാണ്. കാണുമ്പോൾ നിഷ്കളങ്കരായി തോന്നും. പക്ഷേ അവരുടെ ദേഹത്തുള്ള വെനം നമ്മുടെ ദേഹത്തിലേക്ക് കയറുകയാണെങ്കിൽ നമുക്ക് നല്ല പെയിൻ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അതുപോലെ തന്നെ പാരാലിസിസും ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അപ്പോൾ വെള്ളത്തിൽ വെച്ച് സ്റ്റിങ് ചെയ്ത് അപ്പോൾ തന്നെ പാരാലിസിസ് വന്നാൽ നീന്താൻ പറ്റാതെ മുങ്ങി മരിക്കുന്ന സംഭവങ്ങൾ ഒരുപാടുണ്ടായിട്ടുണ്ട്. അപ്പോൾ അത്തരത്തിലുള്ള ജെല്ലി ഫിഷുകളെ ആളുകൾ കഴിക്കുമോ? നൊമ്യൂറ ജെല്ലി ഫിഷ് എന്ന് പറയുന്ന ഒരു ഗണത്തിൽപ്പെടുന്ന ജെല്ലി ഫിഷ് ഉണ്ട്. അതെന്ന് പറയുമ്പോൾ ഭയങ്കര വലുതാണ്. ആ ജെല്ലി ഫിഷിനെ ആളുകൾ ഭക്ഷിക്കാറുണ്ട്. ചൈന, കൊറിയ, ജപ്പാൻ ഈ സ്ഥലങ്ങളിലാണ് ഈ ഒരു ജെല്ലി ഫിഷിനെ കുക്ക് ചെയ്ത് കഴിക്കുന്നത്. എന്നാൽ ഇവിടെയുള്ളൊരു പ്രശ്നം, ജെല്ലി ഫിഷിൻ്റെ വിഷം അതുപോലെ തന്നെ അതിനെ ക്ലീൻ ചെയ്യുന്നത് പ്രോപ്പറായി ക്ലീൻ ചെയ്തിട്ടില്ല എങ്കിൽ അത് ഭയങ്കര പ്രശ്നങ്ങളുണ്ടാക്കും. ചിലപ്പോൾ മരണത്തിന് വരെ കാരണമാകും. ഇങ്ങനത്തെ സംഭവങ്ങൾ ഒരുപാട് ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ഒരു ഡിഷ് കുക്ക് ചെയ്യുന്ന ആളുകൾക്ക് സ്പെഷ്യൽ ട്രെയിനിങ് കൊടുക്കുമെന്നാണ് പറയുന്നത്. അടുത്തത് നീരാളികൾ, അതായത് ഒക്ടോപസുകൾ. നീരാളികളെ ഒരുപാട് സ്ഥലങ്ങളിൽ കറി വയ്ക്കുന്നത് നമുക്കറിയാം. അങ്ങനെ കറി വെച്ച് കഴിക്കുന്നത് കൊണ്ട് യാതൊരുവിധ കുഴപ്പവുമില്ല. എന്നാൽ ചില സ്ഥലങ്ങളിൽ ഈ നീരാളികളുടെ കൈകളുണ്ടല്ലോ, ടെൻഡക്കിൾസ്, അത് ആളുകൾ പച്ചയ്ക്ക് കഴിക്കാറുണ്ട്. പച്ചയ്ക്ക് കഴിക്കുന്നതെന്ന് പറയുമ്പോഴത്തേക്കും ഇത് വെട്ടിയെടുത്ത് അതിലൊരു സോസ് ഇങ്ങനെ ഒഴിച്ചാൽ അത് കിടന്ന് ഇങ്ങനെ പൊളയും. നമ്മൾ പറയേണ്ട ഒരു കാര്യം, നമ്മൾ പണ്ട് പറഞ്ഞിട്ടുണ്ട്, പാമ്പിൻ്റെ തല വെട്ടി മാറ്റിയാലും അതിൻ്റെ അടുത്ത് നമ്മൾ കൈ കൊണ്ട് വെച്ചാൽ ആ പാമ്പ് നമ്മളെ കടിക്കുമെന്ന്. അത് ജീവൻ ബാക്കി ഉണ്ടായിട്ടല്ല, അതിൻ്റെ ദേഹത്തുള്ള ഒരു റിഫ്ലക്സ് ആക്ഷനാണ്. അതുപോലെ ഈ ഒരു ടെൻഡക്കിൾസിലും ആ സംഭവമുണ്ട്. സോ പ്രോപ്പറായിട്ട് ശ്രദ്ധിക്കാതെയാണ് ഈ ഒരു ടെൻഡക്കിൾസ് കഴിക്കുന്നതെങ്കിൽ, ഈ ഒരു കൈ കഴിക്കുന്നതെങ്കിൽ, നമുക്കറിയാം നീരാളിയുടെ കൈകളിൽ സക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു സംഭവമുണ്ട്. അത് നമ്മുടെ ത്രോട്ടിൽ, നമ്മുടെ തൊണ്ടയിലൊക്കെ സക്ക് ചെയ്ത് പിടിച്ചാൽ ശ്വാസമുട്ടൊട്ടായും നമ്മളെ ചോക്ക് ചെയ്തുമൊക്കെ നമ്മൾ മരിക്കാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് കഴിവതും നല്ലതുപോലെ കുക്ക് ചെയ്തൊക്കെ തന്നെ ഭക്ഷണങ്ങൾ കഴിക്കുക എന്ന് പറയുന്നത് വലിയ കാര്യമാണ്. അടുത്തത് ആൽഫാൽഫ റോ സ്പ്രൗട്ട്സ്. ഈ റോ സ്പ്രൗട്ട്സ് എന്ന് പറഞ്ഞാൽ എന്താണ് നമുക്കറിയാം. ഈ സ്പ്രൗട്ടുകൾ എന്ന് പറയുമ്പോഴത്തേക്കും ഈ ഒരു എന്താ പറയുക, പയർ മുളപ്പിച്ച് കഴിക്കുക എന്ന് പറഞ്ഞിട്ട് പറയാറില്ലേ, അത് സ്പ്രൗട്ട് എന്നാണ് പറയുന്നത്. ഇപ്പോൾ പയർ മുളപ്പിച്ച് കഴിക്കുന്നതിന് കുഴപ്പമൊന്നുമില്ല. എന്നാൽ ആൽഫാൽഫ എന്ന് പറയുന്ന സാധനം അത് മുളപ്പിച്ച് കഴിച്ചാൽ പ്രശ്നം ഉണ്ടാവാറുണ്ട്. ഒട്ടുമിക്ക ആളുകളുടെയും ഇമ്മ്യൂൺ സിസ്റ്റത്തിന് ഈ ഒരു ആൽഫാൽഫ എന്ന് പറയുന്ന റോ സ്പ്രൗട്ട്സിൻ്റെ എഫക്റ്റ് വിത്ത്സ്റ്റാൻഡ് ചെയ്യാൻ കഴിഞ്ഞെന്ന് വരത്തില്ല. അതായത് കുട്ടികളും നല്ലപോലെ പ്രായം ചെന്നവരും പ്രഗ്നൻ്റ് ആയിട്ടുള്ള ലേഡീസും ഇവർക്ക് ഈ റോ സ്പ്രൗട്ട്സ് കൊടുക്കരുത് എന്നാണ് ആളുകൾ പറയുന്നത്. കാരണം ആ സമയത്ത് അവരുടെ ഇമ്മ്യൂൺ സിസ്റ്റത്തിന് ഈ ഒരു റോ സ്പ്രൗട്ട്സിനെ ഹാൻഡിൽ ചെയ്യാൻ പറ്റിയെന്ന് വരത്തില്ല. ഒരുപാട് പ്രശ്നങ്ങളുണ്ടാവും. അടുത്തത് ഷെൽഫിഷുകൾ. ഷെൽഫിഷുകൾ എന്ന് പറയുമ്പോഴത്തേക്കും ഞണ്ട്, ലോബ്സ്റ്റർ, ഓയിസ്റ്റർ ഇതിലൊക്കെ വരും. ഈ ഞണ്ടും ലോബ്സ്റ്ററും ഒക്കെ തിന്നാൽ എന്താ പ്രശ്നം ഉണ്ടാവുക? നമ്മളൊക്കെ അത് കഴിക്കുന്നതാണ്, യാതൊരുവിധ പ്രശ്നവും ഉണ്ടാകത്തില്ലല്ലോ. വേവിച്ച് കഴിച്ചാൽ പ്രശ്നം ഉണ്ടാകത്തില്ല. എന്നാൽ ചില ഡിഷുകൾ ഇത് വേവിക്കാതെ പകുതി വേവിച്ചൊക്കെ കഴിക്കുന്ന ഡിഷുകളുണ്ട്. അതിലേറ്റവും ശ്രദ്ധേയമായിട്ടുള്ള ഒന്നാണ് ഓയിസ്റ്റേഴ്സ് എന്ന് പറയുന്ന ഭക്ഷണം. ഇതെന്ന് പറയുമ്പോൾ തുറന്ന് ചെറുതായിട്ട് അതിൽ എന്തൊക്കെയോ പരിപാടികൾ കാണിച്ചിട്ട് അത് റോ ആയിട്ട് കഴിക്കുന്ന ഒരു ഫുഡാണ്. എന്നാൽ റോ ആയിട്ടും അല്ലെങ്കിൽ സെമി റോ, പകുതി കുക്ക് ചെയ്തിട്ടുമൊക്കെ കഴിച്ചാലുള്ള ഒരു പ്രശ്നം എന്തെന്നാൽ ഈ ഒരു ഷെൽഫിഷുകൾക്കൊരു പ്രത്യേകതയുണ്ട്. ഇവരുടെ ശരീരത്തിൽ ഒരുപാട് മൈക്രോബ്സ് ഉണ്ടാവും, അതായത് ഒരുപാട് കീടാണുക്കൾ ഉണ്ടാവും. അപ്പോൾ ഈ ഒരു കീടാണുക്കൾ അവരുടെ ശരീരത്തിൽ കയറിയാൽ അവർക്ക് പ്രശ്നങ്ങളൊന്നും ഉണ്ടാകത്തില്ല, അത് നമുക്ക് പ്രശ്നങ്ങളുണ്ടാകും. സോ പ്രോപ്പറായിട്ടുള്ള കുക്കിങ്ങിലൂടെ അല്ല ഈ ഭക്ഷണം ഉണ്ടാക്കിയതെങ്കിൽ, ഓയിസ്റ്റർ ഉണ്ടാക്കിയതെങ്കിൽ ഈ ഒരു ഭക്ഷണം കഴിക്കുമ്പോഴത്തേക്കും
പ്രശ്നങ്ങളുണ്ടാകും. പ്രത്യേകിച്ച് എടുത്തു പറയുന്ന പ്രശ്നങ്ങളെന്ന് പറയുമ്പോൾ വയറിനുണ്ടാകുന്ന പ്രശ്നമാണ്. ഇളക്കം ഉണ്ടാവാറുണ്ട്, വേദന ഉണ്ടാവാറുണ്ട്. നമ്മൾ പണ്ട് മിസ്റ്റർ ബീൻ്റെ ഒരു എപ്പിസോഡിൽ കണ്ടിട്ടുണ്ടോ? നിങ്ങൾക്കിപ്പോൾ ഓർമ്മ വരുന്നുണ്ടായിരിക്കും. മിസ്റ്റർ ബീൻ്റെ ഒരു എപ്പിസോഡിൽ പുള്ളിക്കാരൻ ഈ ഒരു ഓയിസ്റ്റർ എടുത്തിട്ട് ഇങ്ങനെ ചെറപറ കഴിക്കും. പക്ഷേ പുള്ളിയുടെ കൂടെ കഴിക്കുന്ന ആളത് പതുക്കെ ഒഴിവാക്കി വിടുകയും ചെയ്യും. അന്ന് രാത്രി പുള്ളിക്ക് പണി കിട്ടുന്നുമുണ്ട്. അത് ഈ ഒരു ഭക്ഷണത്തെയാണ് കാണിക്കുന്നത്. അപ്പോൾ ഓയിസ്റ്റർ കഴിക്കുമ്പോഴത്തേക്കും അത്യാവശ്യം നല്ല വേവിച്ച് കഴിക്കുന്നതായിരിക്കും നല്ലത്. നമ്മുടെ ഉസ്താദ് ഹോട്ടൽ സിനിമയിൽ ദുൽഖർ സൽമാൻ ഈ ഒരു ഓയിസ്റ്റർ കുക്ക് ചെയ്യുന്നത് കാണിക്കുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് ഈ ഒരു ലിസ്റ്റിലെ ഡേഞ്ചറസ് ആയിട്ടുള്ള ഭക്ഷണങ്ങൾ. അടുത്ത ഒരു ലിസ്റ്റുമായിട്ട് ഈ ഒരു വീഡിയോയുടെ രണ്ടാം ഭാഗത്തിൽ നമുക്ക് കാണാം. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. മറ്റൊരു വീഡിയോയിൽ മറ്റൊരു അറിവുമായി കാണുന്നത് വരെ ബൈ.